പകരം നൽകൂ. നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എന്തു ഞാൻ പകരം നൽകൂ. നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന
ഓ, എൻ രക്ഷയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഓ, ഇതെന്റെ സാക്ഷ്യമാണ്. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവിന്റെ സൗമ്യത, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. Thank you, Jesus. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. അതേ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. തുംസാ कोई नहीं, तुम सा कहीं नहीं. अब है पूरा की तुम सा कोई तुम सा कोई नहीं, तुम सा कहीं नहीं. अब है पूरा यकीन, तुम सा कोई नहीं.
Masih, oh mahina teri gaye asman gaye sami Yeshu Masih, oh mahina teri gaye asman gaye zamin. പത്രോസിലൂടെ അത്ഭുതം നടന്നപ്പോൾ ഷാരോനിൽ ലുദ്ധയിലുള്ളവർ കർത്താവിലേക്ക് തിരിഞ്ഞു. അതുപോലെ എത്ര പേർ ഇന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ യേശുവിലേക്ക് തിരിയാൻ കാരണമാകണം. അത് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ഭവനത്തിലെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ കർത്താവിലേക്ക് തിരിയാൻ, നമ്മുടെ ദേശക്കാർ മാത്രമല്ല ഭൂമിയിലുള്ള ജനങ്ങൾ മുഴുവനും യേശുവിലേക്ക് തിരിയാൻ കാരണമാകട്ടെ. അങ്ങനത്തെ അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ നടക്കട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രശ്നങ്ങൾ ഇപ്പോൾ ലേറ്റ് ആവുമായിരിക്കാം, പക്ഷേ അത് ഒറ്റൊരു കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ. Shataramam turo breke tiriazo talamanga tiatere. Nin mahatvam sarva bhumikam mira. Nin namam സ്തോത്രം ചെയ്യും ഞാൻ നിന്നെ വംശങ്ങളുടെ മധ്യേ കീർത്തനം പാടും നിന്നെ ജാതികളുടെ മധ്യേ സ്തോത്രം ചെയ്യും ഞാൻ, സ്തോത്രം ചെയ്യും ഞാൻ നിന്നെ വംശങ്ങളുടെ
How great is our God? Sing with me, how great is our God, and all will see how great is our God. How great and how great is our God. Sing with me, how great is our God, and all will see how great is our God. ഉയർന്ന നാമമെന്നും എല്ലാ സ്തുതികൾക്കും യോഗ്യൻ, എന്റെ ഉള്ളം പാടും യേശു വലിയവൻ. ഉയർന്ന നാമമെന്നും എല്ലാ സ്തുതികൾക്കും യോഗ്യൻ, എന്റെ ഉള്ളം പാടും യേശു വലിയവൻ. Oh, how great is our God! How great is our God! Sing with me, how great is our God, and all will see how great is our God. How great is our God. Sing with me, how great is our God, and all will see how great is our God. ഒന്ന് പാടാമോ? How great is our God. How great is our God. Sing with me, how great is our God.
കർത്താവിന് അല്പനേരം എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ ക്രൂശാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ക്രൂശിനെ ഓർക്കുമ്പം കരച്ചിൽ മാത്രമല്ല, ക്രൂശിനെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാര്യം നമ്മുടെ ചരിത്രം മാറിയൊരു സ്ഥലമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ക്രൂശാണ്. നമ്മുടെ ജീവിതം AD BC എന്ന് മാറിയത് കർത്താവിൻ്റെ ക്രൂശാണ്. ദൈവവും നാമും തമ്മിൽ ഒന്നായതിൻ്റെ ഒരൊറ്റ കാരണം യേശുവിൻ്റെ ക്രൂശാണ്. സ്വർഗവും ഭൂമിയും ഒന്നായതിൻ്റെ കാരണം യേശുവിൻ്റെ ക്രൂശാണ്. നമ്മുടെ ബന്ധനങ്ങൾ അഴിഞ്ഞതിൻ്റെ കാരണം, നമ്മുടെ ശാപങ്ങളെല്ലാം അഴിഞ്ഞതിൻ്റെ കാരണം നമ്മുടെ പ്രവർത്തികളൊന്നുമല്ല, യേശുവിൻ്റെ ക്രൂശാണ്. യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ, യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ, യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ. ക്രൂശിനായി നന്ദി പറഞ്ഞോട്ടെ. ക്രൂശിൽ കർത്താവ് നമുക്ക് നൽകി തന്ന വിജയത്തിനായി നന്ദി. ആയുധവർഗം കർത്താവോടെ വെപ്പിച്ചു. ജയോത്സവം എന്നേക്കുമായി കൊണ്ടാടി. ഇനി നമുക്ക് തോൽവിയില്ല. ഇനി രോഗത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. ഇനി ശാപത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. ലോകചരിത്രത്തെ മാറ്റിയ ദൈവകുഞ്ഞാടെനിക്കായാഗമ അന്ന് സ്വർഗം ഭൂമിയും ഒന്നായി. ഹല്ലേലൂയ. ക്രൂശിൽ ഹല്ലേലൂയ. ജയം യേശുവിൻ മരണം നീങ്ങി
മോചിച്ചില്ല എൻ നന്മ എൻ പാപത്തിൻ കടം ഏറെയ എന്നാൽ യേശു എനിക്കായി വഴി തുറന്നു ഹല്ലേലൂയ ക്രൂശിൽ പാപം എന്നെ ബന്ധിച്ചു എന്നാൽ യേശുവിൻ രക്തം മോചിച്ചു ശാപത്തിന്റെ ചങ്ങലകൾ എല്ലാം ക്രൂശിൽ തകർന്നു പോയി ഹല്ലേലൂയ ജയം യേശുവിൻ മരണം നീങ്ങിപ്പോയി ഹല്ലേലൂയ സ്നേഹം വിജയിച്ചു ഹല്ലേലൂയ ക്രൂശിൽ ഹല്ലേലൂയ ജയം യേശുവിൻ മരണം നീങ്ങിപ്പോയി ഹല്ലേലൂയ സ്നേഹം വിജയിച്ചു ഹല്ലേലൂയ ഒന്ന് ചേർന്ന് പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം Hallelujah, ക്രൂശ് Hallelujah, Hallelujah, ജയം യേശുവിൻ മരണം നീങ്ങിപ്പോയി Hallelujah, സ്നേഹം വിജയിച്ചു Hallelujah, ക്രൂശ് Hallelujah, Hallelujah, ജയം യേശുവിൻ മരണം നീങ്ങിപ്പോയി Hallelujah, സ്നേഹം വിജയിച്ചു Hallelujah, ക്രൂശിൽ Hallelujah, ക്രൂശിൽ Hallelujah, ക്രൂശിൽ Hallelujah, ക്രൂശിൽ Hallelujah, Hallelujah. ക്രൂശാണ് നമ്മുടെ വിജയം. നമ്മുടെ വിജയം നമ്മൾ ഇന്ന് ജയാളികളെക്കാൾ ജയാളിയായി നിൽക്കുന്നതിന് ഒറ്റൊരു കാര്യമുള്ളൂ, കർത്താവിൻ്റെ ക്രൂശാണ്. ഇപ്പോൾ തന്നെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തിയിരുന്നെങ്കിൽ കർത്താവ് അത് ആഗ്രഹിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് വരണമായിരുന്നെങ്കിൽ യേശു ക്രൂശിക്കപ്പെടണമായിരുന്നു. പക്ഷെ നമുക്ക് അതെല്ലാം ലഭിക്കുവാൻ വേണ്ടി കർത്താവ് ക്രൂശിനെ സഹിച്ചു. യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ അന്ന് ഒരിക്കൽ ഒരാളുടെ മേൽ വന്നുപോയ പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാവരുടെ മേലും സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവുണ്ട്. അമ്മേ, പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ദേശത്തിൻ്റെ അവസ്ഥ തന്നെ മാറും. ഇപ്പോൾ പൗലോസ് തന്നെ എഫെസോസിൽ പോയി. അവിടെ നടന്നൊരു കാര്യം, അവിടെ ഒരു റിവൈവൽ തന്നെ നടന്നു. അവിടുത്തെ ദേശത്തിൻ്റെ പൈശാചികമായതെല്ലാം ഇല്ലാതായി. അവിടെയുള്ള ജനങ്ങളെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞു. അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടന്നു. അങ്ങനെയെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ നടക്കാൻ പോകുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നവരിലൂടെ ഇത് നടക്കും. വിശ്വസിക്കുന്നവരിലൂടെ ഇത് നടക്കും. ഹല്ലേലൂയ. ആത്മാ മണ്ഡരാധ, പവിത്ര ആത്മാ മണ്ഡരാധ, ആത്മാ മണ്ഡരാധ, പവിത്ര ആത്മാ മണ്ഡരാധ. पेंटेकोस्त के दिन समान आत्मा मंडराध, पेंटेकोस्त के दिन समान आत्मा
എൻ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാനെന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാനെന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാനെന്നും ജീവിക്കും. എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തി ഞാനെന്നും ജീവിക്കും. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, മുഴുവനായി ലഭിക്കത്തക്ക രീതിയിൽ. യിരെമ്യാവിൻ്റെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത്, യിരെമ്യാവ് മുഴുവനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് യിരെമ്യാവിലൂടെ ഇരുന്ന് എന്തും പറയാം, എന്തും ചെയ്യാം. കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം യിരെമ്യാവ് ഒട്ടും മാറ്റാതെ യിരെമ്യാവ് ചെയ്തു. ഒരു സത്യം പറഞ്ഞാൽ കയ്യിലെ ഒരു ചത്ത ഉപകരണമായിരുന്നു യിരെമ്യാവ്. അതുകൊണ്ട് യിരെമ്യാവിന് കുറേ എതിരാളികളൊക്കെ ഉണ്ടായി. കാര്യം കർത്താവിൻ്റെ അതേ ഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തതുകൊണ്ട് എതിരാളികളുണ്ടായി. പക്ഷേ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു വലിയൊരു പ്രവാചകനായി. അതുപോലെ ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ നാവിനൊന്ന് വിട്ടുകൊടുക്കാം. നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള യാഗമായി കർത്താവിന് ഇന്ന് കർത്താവിനെ നോക്കുക. എനിക്ക് മുഴുവൻ ആക്സസ് തരുന്ന, എനിക്ക് മുഴുവൻ നിയന്ത്രണം തരുന്ന ആരുണ്ടെന്ന് കർത്താവ് ഇങ്ങനെ നോക്കുകയാണ്. തന്നിൽ ഏകാഗ്രത ചിത്തന്മാർക്ക് വേണ്ടി താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് തൻ്റെ കണ്ണുകളിങ്ങനെ ഊടാടി നോക്കുകയാണ്, ഊടാടി സഞ്ചരിക്കുക. കർത്താവ് നോക്കുകയാണ്. കുറച്ചല്ല, പകുതിയല്ല, 100% കർത്താവിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ കർത്താവിനൊന്ന് ലഭിക്കത്തക്ക രീതിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ കാലഘട്ടത്തിൻ്റെ യെശയ്യാവുമാരായി, ഈ കാലഘട്ടത്തിൻ്റെ യിരെമ്യാവുമാരായി, ഈ കാലഘട്ടത്തിൻ്റെ പൗലോസുമാരായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മെ ഈ കാലഘട്ടത്തിൻ്റെ ദെബോരമാരായി, ഈ കാലഘട്ടത്തിൻ്റെ ഗിദിയോന്മാരായി, ഈ കാലഘട്ടത്തിൻ്റെ പത്രോസുമാരായി, ഇവരെല്ലാം പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ഒന്നും വേണ്ട. കർത്താവിന് നമ്മെ മതി, കർത്താവിന് നമ്മെ മതി. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എൻ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ ഞാനെന്നും ജീവിക്കും. എൻ്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാ യേശു ജീവിക്കുന്നത് ഞാനെന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലാ, ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്, എല്ലാ നാളും എൻ കൂടെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് യേശു ഒരൊറ്റ വാഗ്ദത്തം പറഞ്ഞത്, യേശു എന്നും കൂടെ ഉണ്ടെന്ന്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ അവർ സുവിശേഷം പറയാൻ പോയപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും
പ്രവർത്തിക്കേണ്ടതിന്, അവന്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് യേശു അവരുടെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആരും യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവരെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. യേശു ഉറപ്പിക്കാൻ പോകുകയാണ്. യേശു ഉറപ്പിക്കാൻ പോകുക. കാര്യം യേശു കൂടെയുണ്ട്. എല്ലാ നാളും യേശു കൂടെയുണ്ട്. എല്ലാ നാളും യേശു എന്റെ കൂടെ. യേശു ജീവിക്കുന്നതാ ഞാനെന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലാ. ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. യേശു ജീവിക്കുന്നതാ, യേശു ജീവിക്കുന്നതാ ഞാനെന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലാ. ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. എൻ ബലത്താലല്ല, എൻ ബലത്താലല്ല, എൻ ആത്മാവിൻ ശക്തിയാൽ ഞാനെന്നും എന്റെ ബലത്താലല്ല, എൻ കഴിവാലല്ല, ആത്മാവിൻ ശക്തിയാൽ ഞാനെന്നും ജീവിക്കും. 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 യേശു ജീവിക്കുന്നതാ ഞാനെന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലാ. ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. യേശു ജീവിക്കുന്നതാ, യേശു ജീവിക്കുന്നതാ ഞാനെന്നും ജീവിക്കും. എന്നാളെ അവൻ കരങ്ങളിലാ. ഭയമില്ലെനിക്കിനി, ആകുലമില്ലിനി. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. എന്തെന്നാ യേശു കൂടെയുണ്ട്. എല്ലാ നാളും എൻ കൂടെയുണ്ട്. എൻ ആശ്രയം, എൻ ആശ്രയം, എൻ യേശു രക്ഷക. ഇന്ന് എത്ര പേർക്ക് കർത്താവിനോടത് പറയാൻ കഴിയും? എൻ ആശ്രയം, എൻ ആശ്രയം, എൻ യേശു രക്ഷക. എൻ ആശ്രയം, എൻ ആശ്രയം,
രക്ഷക നീ ജീവിക്കുന്നതാ, നീ ജീവിക്കുന്ന നാളെ ഞാനും ജീവിക്കും നിന്നിൽ. നീ ജീവിക്കുന്നതാ, നീ ജീവിക്കുന്ന നാളെ ഞാനും ജീവിക്കും നിന്നിൽ. നിൻ സ്നേഹമാം കോടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. നിന്റെ സ്നേഹമാം, നിൻ സ്നേഹമാം കോടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും എൻ യേശു മാത്രം. യേശു മാത്രം മതി, എൻ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു എൻ രക്ഷക, എൻ രക്ഷകനായ ദൈവമേ, നീ അല്ലാതെല്ലാരും എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതെല്ലാരും എൻ യേശു മാത്രം. യേശുവിനോട് പറഞ്ഞ യേശു മാത്രം, എൻ യേശു മാത്രം മതി. യേശു മാത്രം മതി, എൻ യേശു മാത്രം മതി. എനിക്കേതു നേരത്തു. ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ആൻസർ തപ്പുന്നു, എന്തെല്ലാം ചോദ്യത്തിന് മറുപടി, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. റോമർ 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുമോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? അത് കഴിഞ്ഞ് ഉടനെ പൗലോസ് പറയുന്നൊരു കാര്യം, സ്വന്തം കഴിവുകൊണ്ട് കഴിയത്തില്ല, എന്നാൽ യേശു ക്രിസ്തുവിനാൽ എന്തിനെ ഓവർകം നമുക്ക് ചെയ്യാൻ പറ്റും? യേശു ക്രിസ്തുവിനാൽ ഏത് പാപത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. യേശു ക്രിസ്തുവിനാൽ ഏത് രോഗത്തെ നമുക്ക് കീഴടക്കാൻ കഴിയും. യേശു ക്രിസ്തുവിനാൽ ഏത് പ്രശ്നങ്ങളെ നമ്മുടെ കാലിൻ്റെ കീഴിൽ നമുക്ക് ആക്കാൻ കഴിയും. യേശു ക്രിസ്തുവിനാൽ ഏത് പിശാചിനെ നമ്മുടെ കാലിൻ്റെ കീഴിൽ മെതിക്കുവാൻ കഴിയും. സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ, പിന്നെയല്ല, നാളെയല്ല, കുറെ വർഷങ്ങൾക്ക് ശേഷമല്ല, വേഗത്തിൽ 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 പ്രതിക്രിയ നടത്തുന്നവൻ, വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്നവനാണ് നമ്മുടെ അപ്പൻ. വേഗത്തിൽ, ഇന്നേത് പ്രശ്നത്തിലാണോ വന്നത്, വേഗത്തിൽ പ്രതിക്രിയ നടത്തുന്ന യേശുവാണ് ആൻസർ, യേശുവാണ് ആൻസർ. നന്ദി പിതാവേ, അങ്ങ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണല്ലോ. ഈ വർഷത്തിൽ നടക്കേണ്ടതെല്ലാം വേഗത്തിൽ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. സ്പീഡിൽ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ഉയരങ്ങളിൽ ഞങ്ങൾ വേഗത്തിൽ പറക്കുന്നതിനായി നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ.